നമസ്കാരം. ഒരു ഏകാധിപതി ഒരിക്കലും നിശബ്ദതയോടെ അധികാരം വിട്ടൊഴിഞ്ഞു പോവുകയില്ല എന്നുള്ളത് സത്യമാണ്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി ദൗർഭാഗ്യവശാൽ പശ്ചിമ ബംഗാളിലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനും ഇനി നിയുക്ത മുഖ്യമന്ത്രി ആയേക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സുവേന്ദു അധികാരിയുടെ PA ആയ ചന്ദ്രകാന്ത് റാത്ത് എന്ന വ്യക്തിയെ അജ്ഞാതർ വെടിവെച്ചു കൊന്നു. അജ്ഞാതർ എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത് നിന്ന്, പോയിന്റ് ബ്ലാങ്കിൽ നിന്ന് എന്ന് പറയാവുന്ന രീതിയിൽ 5 വെടി ചന്ദ്രകാന്ത് റാത്തിൻ്റെ വണ്ടിക്ക് നേരെ ഉതിർക്കുകയും കൃത്യമായി തന്നെ ചന്ദ്രകാന്ത് റാത്ത് വണ്ടിയുടെ ഏത് ഭാഗത്താണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കി വ്യക്തമായ പദ്ധതികളോടെ പിന്തുടർന്ന് ആസൂത്രിതമായി അദ്ദേഹത്തിൻ്റെ പോകുന്ന വഴിയുമെല്ലാം മനസ്സിലാക്കി മാധ്യമഗ്രാമത്തിൽ വെച്ച് അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നു. 3 വെടിയുണ്ടകൾ അദ്ദേഹത്തിൻ്റെ നെഞ്ചിലും നെറ്റിയിലും. അതോ നെഞ്ചിൽ മാത്രമാണോ എന്ന് ഒരു സംശയമുണ്ട്. തെറ്റാണെങ്കിൽ ക്ഷമിക്കുക, കാരണം കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 3 വെടിയുണ്ടകളാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ കവർന്നത്. മലയാള മാധ്യമങ്ങളെല്ലാം, അത് ദൃശ്യമാധ്യമങ്ങളാവട്ടെ അച്ചടി മാധ്യമങ്ങളാവട്ടെ, പതിവ് പോലെ തന്നെ ആ വാർത്ത ഇതുവരെ ഒന്നും നടന്നിട്ടില്ല എന്നുള്ള തരത്തിൽ മുന്നോട്ട് പോകുന്നു. ഇന്ന് ഉച്ചയോടുകൂടി അതൊന്ന് പതിയെ പരാമർശിച്ച് കടന്നു പോകുമായിരിക്കും. എന്തായാലും പശ്ചിമ ബംഗാളിൽ ഒരു ഏകാധിപതി നിശബ്ദതയോടുകൂടി അധികാരം വിടുവാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ പരിണാമ ഫലങ്ങൾ എന്താകുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. ഇതുവരെ ചന്ദ്രകാന്ത് റാത്ത് ഉൾപ്പെടെ 3 BJP പ്രവർത്തകരുടെ ജീവൻ എടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, സന്ദേശ് ഖലി സംഭവത്തിൽ, അതായത് പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഗുണ്ടകൾ ഷെയ്ഖ് ഷാജഹാൻ ആകട്ടെ അയാളുടെ ശിഷ്യൻ ജഹാംഗീർ ഖാൻ ആകട്ടെ നടത്തിയിരുന്ന ക്രൂരമായ ബലാത്സംഗ പരമ്പരയുടെ ഇരയായ രേഖാ പത്ര ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് BJPയുടെ MLA ആണ്. രേഖാ പത്രയുടെ കുടുംബത്തിന് നേരെയും ഈ കഴിഞ്ഞ ദിവസം ആക്രമണമുണ്ടായി. പാതിരാത്രി കഴിഞ്ഞപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഗുണ്ടകൾ അവരുടെ വീടിന് നേരെ ആക്രമണങ്ങൾ നടത്തി. പക്ഷേ അത് പരാജയപ്പെട്ടു പോയി. എന്നാലും നിരവധി അക്രമ സംഭവങ്ങൾ പശ്ചിമ ബംഗാളിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. മലയാള മാധ്യമങ്ങൾ പതിവ് പോലെ അതൊന്നും നടക്കുന്നില്ല, BJPക്കാരാണ് അക്രമം അഴിച്ചുവിടുന്നത് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതാണ് അവിടുത്തെ സ്ഥിതി. സുവേന്ദു അധികാരിയുടെ PA ആണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്, ചന്ദ്രകാന്ത് റാത്ത്. അദ്ദേഹം ഒരു മുൻ വായുസേനാ ഉദ്യോഗസ്ഥനും കൂടിയായിരുന്നു. ചന്ദ്രകാന്ത് റാത്തിൻ്റെ മരണത്തെ തുടർന്ന് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, സുവേന്ദു അധികാരി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെയുണ്ട്, ചന്ദ്രകാന്ത് റാത്തിൻ്റെ വീട്ടിൽ തന്നെയുണ്ട്. അവിടെ സ്ഥിതി ചെയ്യുന്ന ഒരു കുറേ നേരമായി തന്നെ, അതായത് ഇന്നലെ രാത്രി മുതൽ, വിവരം അറിഞ്ഞപ്പോൾ മുതൽ അവിടെ ഓടിയെത്തിയ സുവേന്ദു അധികാരി ഇന്നലെ രാത്രി മുതൽ ഈ നിമിഷം വരെ അവിടെ തന്നെ തുടരുകയാണ്. ഇതുവരെ മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇനി ഒരുപക്ഷെ 9-ാം തീയതി സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമേ ഉണ്ടാവുകയുള്ളൂ. അത് വാക്കുകളിലൂടെ ആയിരിക്കില്ല. ആ സമയത്ത് നമ്മുടെ മലയാള മാധ്യമങ്ങൾ സടകുടഞ്ഞെഴുന്നേറ്റ് പടയപ്പ എന്ന് വിളിച്ച് ബംഗാളിൽ പ്രതികാര രാഷ്ട്രീയം നടപ്പാക്കുന്നു, വേട്ടയാടുന്നു. ഈ വേട്ടയാടലുകൾ തന്നെയാണ് ബംഗാളികൾ അർഹിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ ഈ തൃണമൂൽ കോൺഗ്രസ് ഗുണ്ടകൾ, ജിഹാദികൾ അർഹിക്കുന്നത് എന്നുള്ളതിന് ഏറ്റവും അവസാനത്തെ തെളിവാണ്, ഏറ്റവും പുതിയ തെളിവാണ്. അവസാനത്തേതായിരിക്കില്ല, പക്ഷേ അവസാനിപ്പിക്കേണ്ട കാലം വരുന്നുണ്ട്. അത് താമസിയാതെ വരിക തന്നെ ചെയ്യും. എന്തായാലും ഈ നിമിഷം പശ്ചിമ ബംഗാളിൽ സ്ഥിതിഗതികൾ അത്ര ആശാസ്യമല്ല. തൃണമൂൽ കോൺഗ്രസ് ഗുണ്ടകൾ അവസാന ശ്രമത്തിലാണ് അവിടെ ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാൻ. ഒപ്പം അതിർത്തിക്കപ്പുറത്ത് നിന്ന് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി മമതാ ബാനർജിക്ക് ആശ്വാസവും ഒരു പിന്തുണയും നൽകിയിട്ടുണ്ട്. ഒപ്പം ഒരു ആഹ്വാനവും, പശ്ചിമ ബംഗാളിനെ ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കുക, അവിടെ നിന്ന് അതിർത്തിക്കപ്പുറത്ത് നിന്ന് ബംഗ്ലാദേശിൽ നിന്ന് ഏതാണ്ട് ഒരുപാട് മുസൽമാന്മാർ പിന്തുണയ്ക്കുണ്ടാകും, ഒരു യുദ്ധം തന്നെ നമുക്ക് തുടങ്ങി വയ്ക്കാം എന്നുള്ള തരത്തിൽ. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരാം, ആനയെ ഉറുമ്പിക്കിളിയാക്കുന്നത് പോലെ എന്നുള്ളത്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, അത്തരത്തിൽ എന്തെങ്കിലും ഒരു നീക്കം നടന്നാൽ, മമതാ ബാനർജി നാളെ പശ്ചിമ ബംഗാളിനെ ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ച് ബംഗ്ലാദേശിൽ നിന്നൊരു പട ഇങ്ങ് കയറുമെന്നല്ല, പക്ഷേ അവിടുന്ന് ഒരു തള്ളിക്കയറ്റം, ഏതെങ്കിലും ഒരു തരത്തിലൊരു മോബ് വയലൻസ് ഉണ്ടാക്കുവാനുള്ളൊരു ശ്രമം ബംഗ്ലാദേശിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ഭാരതം എങ്ങനെ പ്രതികരിക്കും? തീർച്ചയായിട്ടും ഭാരതത്തിൻ്റെ അതിർത്തി സുരക്ഷാ സേന അവരെ നേരിടുകയും അവർക്ക് നേരെ വെടിയുതിർക്കുന്ന സന്ദർഭം വരെ എത്തപ്പെട്ടേക്കാം കാര്യങ്ങൾ. അന്താരാഷ്ട്ര തലത്തിൽ ഇത് ചർച്ചയാവും. ഇത് തന്നെയാണ് അവരുടെ ആവശ്യം. ഒരു 10-2000 ജിഹാദികൾ കൊല്ലപ്പെട്ടാൽ അയ്യോ മനുഷ്യാവകാശ ധ്വംസനം നടക്കുന്നു അതിർത്തിയിൽ, ഭാരതത്തിൻ്റെ അതിർത്തിയിൽ, ഭാരതം ഏകാധിപത്യ പ്രവണതയിലേക്ക് പോവുകയാണ്, മോദി ഒരു ഏകാധിപതിയാണ് തുടങ്ങിയ ഒരു ആഖ്യാനങ്ങൾ സൃഷ്ടിച്ചെടുക്കുവാനുള്ള ശ്രമങ്ങൾ കാലാകാലങ്ങളായി നടന്നു വരുന്നുണ്ട്. അതിലൊരു പുതിയ ഘടകം കൂടി കൂട്ടിച്ചേർത്ത് അവർക്ക് ആഖ്യാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അവസരം ലഭിക്കും. അതാണ് അവരുടെ ഉദ്ദേശം. ഇതിനെയെല്ലാം വളരെ സൂക്ഷ്മതയോടും വളരെ ഒരു
കാര്യക്ഷമതയോടും കൂടി കൈകാര്യം ചെയ്യുവാൻ തന്നെയാണ് ഇപ്പോൾ മോദി സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലവരൊരു പരിധിവരെ വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി നിലനിന്നിരുന്ന ഒരു ആവാസ വ്യവസ്ഥയുണ്ട് ഈ ജിഹാദികളുടെ. SIR-ഓടുകൂടി എല്ലാവരും, അവരിൽ പൂർണ്ണമായിട്ട് എല്ലാ ജിഹാദികളും അതിർത്തി കടന്ന് ബംഗ്ലാദേശിലേക്ക് രക്ഷപ്പെട്ടു പോയി എന്നാരും കരുതണ്ട. ഇപ്പോഴും പശ്ചിമ ബംഗാളിൽ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ മറഞ്ഞിരിക്കുന്ന നിരവധി ജിഹാദികളുണ്ട്. ഒപ്പം തന്നെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നു. ചന്ദ്രകാന്ത് റാത്തിനോട് ഇപ്പോൾ പുറത്തു വന്ന ഈ കുറച്ച് മുമ്പ് നമ്മുടെ ഫീൽഡിൽ വന്ന ഒരു വാർത്തയാണ്. പശ്ചിമ ബംഗാളിൽ നിന്ന് തന്നെ നമ്മുടെ ഒരു സുഹൃത്ത് അവിടെ ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം പുറത്തുവിട്ട വാർത്തയാണ്. അഭിഷേക് ബാനർജി, മമതാ ബാനർജിയുടെ അനന്തരവനായ അഭിഷേക് ബാനർജിയുടെ നേരെയാണ് ഇപ്പോൾ സംശയത്തിൻ്റെ ചൂണ്ടുവിരൽ നീളുന്നത് ചന്ദ്രകാന്ത് റാത്തിൻ്റെ കൊലപാതകത്തെ സംബന്ധിച്ച്. കൃത്യമായി പറഞ്ഞാൽ ഇതൊരു പ്രൊഫഷണൽ ഹിറ്റായിരുന്നു. അതായത് ഒരു ഗുണ്ടകൾ, സാധാ തറ നിലവാരത്തിലുള്ള ഗുണ്ടകളെന്ന് നമ്മൾ പറയുമല്ലോ, സാധാ ഗുണ്ടകൾ, ലോക്കൽ ഗുണ്ടകൾ ചെയ്യുന്ന പോലുള്ളൊരു കൊലപാതകമല്ല. ഇത് വളരെ ആസൂത്രിതമായി കുറച്ച് ദിവസങ്ങളായി പദ്ധതി തയ്യാറാക്കി അദ്ദേഹത്തിൻ്റെ സഞ്ചാരപഥങ്ങളെല്ലാം നിരീക്ഷിച്ച്, അദ്ദേഹത്തിൻ്റെ ഒരു റുട്ടീനുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ സ്ഥിരം പ്രവൃത്തി രീതികൾ, അതെല്ലാം നിരീക്ഷിച്ച് കൃത്യതയോടുകൂടി തന്നെ നടപ്പാക്കിയൊരു കൊലപാതകമാണ് ഇത് എന്നാണ് പശ്ചിമ ബംഗാൾ പോലീസിൻ്റെയും ഇപ്പോൾ CRPF-ൻ്റെയും നിരീക്ഷണം. CRPF DGP നേരിട്ടാണ് സംഭവസ്ഥലം ഇപ്പോൾ നിയന്ത്രണത്തിലാക്കിയിരിക്കുന്നത്. അന്വേഷണം നടക്കുന്നതോ അവരുടെ മേൽനോട്ടത്തിൽ തന്നെയാണ്. അങ്ങനെയാണ് അന്വേഷണങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം പറയുന്നു, ഈ മമതാ ബാനർജിയുടെ അനന്തരവൻ അഭിഷേക് ബാനർജിയുടെ നേരെയാണ് ഇപ്പോൾ സംശയത്തിൻ്റെ ചൂണ്ടുവിരൽ നീളുന്നത്. മറുവശത്ത് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ, മമതാ ബാനർജി ഒഴികെ അഭിഷേക് ബാനർജി ഉൾപ്പെടെ താഴേക്കിടയിലേക്കുള്ളവർ എല്ലാം അവരുടെ സ്വരങ്ങൾ പതുക്കെ മാറ്റി തുടങ്ങിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു റിജു ദത്ത എന്നുള്ള തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു വക്താവുണ്ടായിരുന്നു. അജയ് പാൽ ശർമ്മയെ ഉൾപ്പെടെ വെല്ലുവിളിച്ചിരുന്നതാണ്. മെയ് 4-ന് ശേഷം നീ എവിടെ പോയി ഒളിച്ചാലും നിന്നെ ഞാൻ അവിടെ വന്ന് പൊക്കും, ഒരിടത്തും ഒളിക്കുവാൻ സാധിക്കില്ല, വേട്ടയാടി പിടിക്കുമെന്നൊക്കെ വെല്ലുവിളി നടത്തിയിരുന്ന റിജു ദത്ത ഇപ്പോൾ പറയുന്നു, സുവേന്ദു അധികാരി ഭായ്, സുവേന്ദു ദാ എന്നാണല്ലോ വിളിക്കുന്നത്. ഈ മൂത്ത സഹോദരനെ ദാ എന്നാണ് അവിടെ വിളിക്കുന്നത്. DA, ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ DA എന്ന് വരും. സുവേന്ദു ദാ, ക്ഷമിക്കണം, സമ്മർദ്ദത്തിൻ്റെ പുറത്ത് ചെയ്തു പോയതാണ്. അവരെന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു. തൃണമൂൽ കോൺഗ്രസ്സുകാരെന്നെ കൊണ്ട് ഭീഷണിപ്പെടുത്തി നിർബന്ധിച്ച് പറയിപ്പിച്ചതാണ് ആ വെല്ലുവിളികളെല്ലാം. എന്നോട് ക്ഷമിക്കണം, പൊറുക്കണം. BJP-കാരെന്നോട് വളരെ മാന്യമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. അത് നിങ്ങൾ വളരെ നല്ലവരാണ്, തൃണമൂൽ കോൺഗ്രസ്സുകാർ അത്ര പോരാ. ഇത് റിജു ദത്തയുടെ ഭാഷ്യം. ഇനി അഭിഷേക് ബാനർജി, ഈ ഇപ്പോൾ ആരോപണത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുന്ന അഭിഷേക് ബാനർജിയുടെ സ്വരം കുറച്ച് നാൾ മുമ്പ് അമിത്ഷായോട് മെയ് 4-ന് ചുണയുണ്ടെങ്കിൽ കൽക്കട്ടയിൽ വന്ന് എന്നെ കാണൂ, നമുക്ക് കാണാം, തന്നെ ഞാൻ കണ്ടുകൊള്ളാം എന്നുള്ള വെല്ലുവിളിയായിരുന്നു പരസ്യമായി പൊതുവേദിയിൽ അഭിഷേക് ബാനർജി നടത്തിയിരുന്നു. ഇപ്പോൾ പറയുന്നു എനിക്കൊരു തെറ്റ് പറ്റി, അത് ഞാൻ സമ്മതിക്കുന്നു. അത് രാഷ്ട്രീയമായിട്ട് പല വിവാദങ്ങളും വെല്ലുവിളികളും എല്ലാവരും നടത്താറുണ്ടല്ലോ. അത് ആ സമയത്ത് ചെയ്തു പോകുന്നതാണ്. ഞാൻ വളരെ എളിമയോടുകൂടി എൻ്റെ തെറ്റ് സമ്മതിക്കുന്നു എന്ന് പരസ്യമായി ഈ അഭിഷേക് ബാനർജിയും പറഞ്ഞിട്ടുണ്ട്. അതായത് സ്വരം മാറിയിട്ടുണ്ട്. ഇനി ഏറ്റവും തൃണമൂൽ കോൺഗ്രസ്സിലെ ഏറ്റവും വൃത്തികെട്ടത് എന്ന് പലരും പറയുന്ന ഏറ്റവും ഉച്ചത്തിലുള്ള സ്വരമായ മഹുവ മൊയ്ത്രയുടെ കാര്യം പറഞ്ഞാൽ 2011 മുതൽ ഏത് തിരഞ്ഞെടുപ്പ് നടന്നാലും അതിനുശേഷം ക്രൂരമായ അക്രമം പശ്ചിമ ബംഗാളിൽ അങ്ങോളം ഇങ്ങോളം അരങ്ങേറിയിരുന്നു. ആ അക്രമങ്ങളെക്കുറിച്ച് അവരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞിരുന്നത് ഈ അക്രമ രാഷ്ട്രീയം എന്നുള്ളത് ബംഗാളിൻ്റെ ചോരഞരമ്പുകളിലുള്ളതാണ്, അത് ഒഴിവാക്കുവാൻ സാധിക്കില്ല, ദൗർഭാഗ്യകരമാണ്, എന്നാലും ഞങ്ങൾ ബംഗാളികളുടെ രക്തത്തിൽ അലിഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് ആ അക്രമങ്ങളെ അവർ ഒരു ലജ്ജയുമില്ലാതെ നിർലജ്ജം ന്യായീകരിച്ചിരുന്നു. ഇപ്പോൾ അവർ പറയുന്നത് BJP അക്രമ രാഷ്ട്രീയം കൈവിടണം, അതായത് അടി കൊടുക്കരുത് എന്നുള്ളതാണ്. മടല് വെട്ടി അടിക്കരുത്. പക്ഷേ മടല് വെട്ടി അടി വരുന്നുണ്ട്, അത് നിയമപരമായി തന്നെ വരുന്നുണ്ട്. സുവേന്ദു അധികാരി വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ, ആടി തുടങ്ങിയിട്ടില്ല. ആടി 9-ാം തീയതിക്ക് ശേഷം തുടങ്ങും. പക്ഷേ ഇന്ന് മുതൽ CRPF-കാർ അവരുടെ രീതിയും പ്രവൃത്തിയും എല്ലാം മാറ്റുകയാണ്. കാരണം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോഴും പശ്ചിമ ബംഗാൾ. അതുകൊണ്ട് തന്നെ, കാരണം ഇനിയും തിരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. ഫാൽത്തയിലെ തിരഞ്ഞെടുപ്പ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് ഈ മാസം അവസാനത്തോടു കൂടി അതിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിലും ഫലത്തിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമാവുകയുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷമേ അവിടുത്തെ ഏറ്റവും വലിയ ജിഹാദി, ഇപ്പോൾ നിലവിൽ ഫീൽഡിലുള്ള ഗ്രൗണ്ടിലുള്ള ഏറ്റവും വലിയ ജിഹാദിയായ ജഹാംഗീർ ഖാൻ വണ്ടി മറിഞ്ഞ് മരിക്കുമോ വെടികൊണ്ട് മരിക്കുമോ എന്നുള്ളതിന് തീരുമാനവുമാകുകയുള്ളൂ. പക്ഷേ പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ച് ഒരു കാര്യം പ്രേക്ഷകർ വ്യക്തമായി ഓർക്കുക, സുവേന്ദു അധികാരിയോ മറ്റാരെങ്കിലും മുഖ്യമന്ത്രിയായി BJP അവിടെ അധികാരത്തിലെത്തിയാൽ പിറ്റേ ദിവസം മുതൽ 18-ാം നൂറ്റാണ്ടിൽ ബംഗാൾ എത്രത്തോളം സമ്പന്നമായിരുന്നോ, ലോകരാഷ്ട്രങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ നിയന്ത്രിച്ചിരുന്നോ ആ ഒരവസ്ഥയിലേക്ക് ബംഗാൾ
മെയ് 10-ാം തീയതി മുതൽ പോകില്ല. കാരണം ഏതൊരു സംസ്ഥാനത്തെയും ഏതൊരു രാജ്യത്തെയും ആത്യന്തികമായി ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഘടന, ഒരു ആവശ്യം, വികസനത്തിനുള്ളൊരു പ്രാഥമിക ആവശ്യം ക്രമസമാധാനമാണ്. ആ ക്രമസമാധാനം ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് എങ്ങനെ ശരിയാക്കിയോ അതുപോലെ നിരവധി ആത്തിഖ് അഹമ്മദ്മാരും മുക്താർ അൻസാരിമാരും ഉണ്ടായിക്കഴിഞ്ഞാലേ പശ്ചിമ ബംഗാളിൽ ഒരു സാധാരണ നിലയിലെത്തുകയുള്ളൂ. പശ്ചിമ ബംഗാളിലെ സാധാരണ നില എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളിലെ സാധാരണ നിലയല്ല. ഭാരതത്തിൽ ഇപ്പോൾ ഉത്തർപ്രദേശിലും ഗുജറാത്തിലും ഒക്കെയുള്ള സാധാരണഗതിയിൽ ജനങ്ങൾക്ക് സമാധാനമായി സന്തോഷത്തോടു കൂടി അവരുടെ കാര്യങ്ങൾ, നിത്യജീവിതത്തിലെ കാര്യകർമ്മങ്ങൾ നിർവഹിച്ച് മുന്നോട്ട് പോകുവാനുള്ളത് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളതുമായ ഒരു സാധാരണ നിലയിലേക്ക് എത്തുവാൻ ബംഗാൾ കുറച്ച് സമയവും കൂടി എടുക്കും. ഏറ്റവും ചുരുങ്ങിയത് എൻ്റെ ഒരു കണക്കുകൂട്ടലനുസരിച്ച് 3 വർഷങ്ങളെങ്കിലും എടുക്കും. അതോടുകൂടിയേ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഈ ജിഹാദി ഗുണ്ടകളെ, വെറും ഗുണ്ടകളല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരമൊഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന വെറും സഖാക്കളുടെ ഗുണ്ടകളല്ല ഇപ്പോൾ പശ്ചിമ ബംഗാളിലുള്ളത്. ജിഹാദി മനോഭാവമുള്ള ഗുണ്ടകളാണ്. ബംഗ്ലാദേശിൽ നിന്ന് പാകിസ്ഥാൻ്റെ സഹായത്തോടു കൂടി പലപ്പോഴും പരിശീലനം തന്നെ ലഭിച്ച്, സൈനിക പരിശീലനം, അർദ്ധസൈനിക പരിശീലനം എല്ലാം ലഭിച്ച് ഭീകരവാദത്തിനായി മാത്രം പശ്ചിമ ബംഗാളിലേക്ക് നുഴഞ്ഞു കയറിയ ഗുണ്ടകളാണ് അവിടെയുള്ളത്. അവരെ ഒന്ന് ഒതുക്കി പശ്ചിമ ബംഗാൾ വൃത്തിയാക്കിയെടുക്കുവാൻ, സ്വച്ഛ് ബംഗാൾ അഭിയാൻ നടപ്പാക്കുവാൻ എൻ്റെ കണക്ക് കൂട്ടലനുസരിച്ച് സുവേന്ദു അധികാരിക്കും നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമെല്ലാം ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 വർഷങ്ങളെടുക്കും. എന്തായാലും കാത്തിരുന്ന് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ അറിയിക്കുക. ഒരു കാര്യം പ്രത്യേകം രേഖപ്പെടുത്തുക, മലയാള മാധ്യമങ്ങളിൽ ഏതിലെങ്കിലും ഈ ചന്ദ്രകാന്ത് റാത്തിൻ്റെ വധം, അദ്ദേഹത്തിൻ്റെ കൊലപാതകം സംബന്ധിച്ച വിശദമായ വാർത്ത നിങ്ങൾ കാണുകയോ വായിക്കുകയോ ചെയ്തിരുന്നു? ഒന്നറിയിക്കുക. ഞാൻ കണ്ടില്ല. ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ, ഒന്ന് ഫ്ലാഷായിട്ടോ അല്ലെങ്കിൽ ഒന്ന് പരത്തി പറഞ്ഞു പോകുന്ന രീതിയിലോ ഏതിലെങ്കിലും വന്നിരിക്കുക. പക്ഷേ അവർ പൂർണ്ണമായും അവഗണിക്കുക തന്നെയായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. തെറ്റാണെങ്കിൽ നിങ്ങൾ അതും കമൻറ്റുകളിലൂടെ അറിയിക്കുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന, ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.